ഹലോ ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചീസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നോ ബേക്ക് വെനില ചീസ് കേക്ക്. ഞാൻ നേരത്തെ ഒരു നോ ബേക്ക് മാംഗോ ചീസ് കേക്ക് ഇട്ടിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് ഫീഡ്ബാക്ക് ഫേസ്ബുക്ക് വഴിയൊക്കെ കിട്ടി. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ റെസിപ്പി കൂടി ഇട്ടേക്കാവുന്ന. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, ബേക്ക് ചെയ്യേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. 9 ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. 1.5 കപ്പ് വേണം പൊടിച്ച് കിട്ടുമ്പം നമുക്ക് കിട്ടാൻ, കേട്ടോ. എന്നിട്ട് 4 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്തത്. 4 ടേബിൾ സ്പൂൺ ആണ് എടുത്തത്, പിന്നെ അത് മെൽറ്റ് ചെയ്യണം, കേട്ടോ. 1 കപ്പ് ഹെവി ക്രീം, 12 ഔൺസ് ക്രീം ചീസ്, 2/3 കപ്സ് ഷുഗർ, 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, 2 ടീസ്പൂൺ വനില എക്സ്ട്രാക്റ്റ്. വനില എക്സ്ട്രാക്റ്റ് ഇല്ലെങ്കിൽ വനില എസൻസ് ആയാലും മതി. 1/3 കപ്പ് വെള്ളം, 1 ടേബിൾ സ്പൂൺ ജെലറ്റിൻ അല്ലെങ്കിൽ അഗർ യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് എടുത്തു വെച്ചിരുന്നത് ഫുഡ് പ്രോസസ്സറിനകത്തിട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കുവാണ്. നല്ല ഫൈൻ പൗഡർ ആക്കേണ്ട കാര്യമില്ല. ഫുഡ് പ്രോസസ്സർ ഇല്ലയെന്ന് വെച്ചാൽ നമ്മൾ സിപ്പ് ലോക്ക് ബാഗ് എങ്ങാനും എടുത്തിട്ട് റോളിംഗ് പിന്നില്ലേ ചപ്പാത്തി വരത്തുന്നത്, അത് വെച്ച് ഇങ്ങനെ അടിച്ചിങ്ങനെ പൊടിച്ചായാലും മതി. പെട്ടെന്ന് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് പെട്ടെന്ന് പൊടിഞ്ഞു വരുമല്ലോ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തിരുന്ന ബട്ടർ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മെൽറ്റ് ചെയ്ത ബട്ടറാണ് യൂസ് ചെയ്യേണ്ടത്, നെയ്യല്ല ഇത്, കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ 7 ഇഞ്ച് സ്പ്രിംഗ് ഫോമാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്തേക്ക് മെൽറ്റഡ് ബട്ടറോ അല്ലെങ്കിൽ കുക്കിംഗ് സ്പ്രേയോ തേച്ച് കൊടുക്കണം. നമുക്ക് പെട്ടെന്ന് ഇതിനകത്തുനിന്ന് ഇളകി വരാൻ വേണ്ടി അത് ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ പിന്നെ പൊടിച്ച് ബട്ടറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സിൻ്റെ ഇതില്ലേ, അത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു പാത്രം വെച്ചോ എന്തെങ്കിലും ചെറിയ പാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, നന്നായിട്ട് പ്രസ് ഡൗൺ ചെയ്യണം. അപ്പോൾ ഇത് തണുക്കുമ്പം ഒറ്റ പീസായിട്ടൊന്ന് ഫോം ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇത് അരമണിക്കൂർ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കണം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം ചീസ്. 1 മണിക്കൂർ റൂം ടെമ്പറേച്ചറിലെങ്ങാനും വെച്ചേക്കണം. എന്നിട്ട് നമ്മൾ 1/3 കപ്പ് വെള്ളം എടുത്ത് വെച്ചിരുന്നില്ലേ, അതിനകത്തോട്ട് ജെലറ്റിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ, ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങാൻ. ക്രീം ചീസ് ഞാൻ 1 മണിക്കൂർ എടുത്ത് വെച്ചിരുന്നു. വലിയ ചൂടുള്ള സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ വെച്ചേക്കേണ്ട കാര്യമില്ലായിരിക്കും, സോഫ്റ്റ് ആവണം, അത്രയേ ഉള്ളൂ, കേട്ടോ. എന്നിട്ട് അത് ഒരു ബൗളിനകത്തോട്ട് എടുത്തിട്ടിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഷുഗർ കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങണം. നല്ല ഫ്ലഫി ആകുന്നവരെയാണ് ബീറ്റ് ചെയ്യേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ക്രേപ്പ് ഡൗൺ ചെയ്ത് കൊടുക്കണം. ഈവൻലി എല്ലാം ബീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. 5 മിനിറ്റോളം ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ട്, മീഡിയം ഹൈ സ്പീഡിൽ മാറി മാറി, കേട്ടോ. അപ്പോൾ 5 മിനിറ്റോളം ബീറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ നല്ലതായിട്ട് ഫ്ലഫി ആയിട്ട് വരാൻ തുടങ്ങുമ്പം വനില എക്സ്ട്രാക്റ്റ് കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പം എന്താ പറയുന്നത്, ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൾഡായിട്ട് സെർവ് ചെയ്യുന്ന ഒരു കേക്കാണ്. നമ്മുടെ സാധാരണ സ്പോഞ്ച് കേക്കൊക്കെ ഇല്ലേ, അത് കണക്ക് ഒത്തിരി നേരം വെളിയിൽ വെച്ചിരുന്നൊന്നും അല്ല സെർവ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴാണോ സെർവ് ചെയ്യേണ്ടത് അപ്പോഴേ എടുത്ത് ഫ്രിഡ്ജിനകത്തുനിന്ന് എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 5 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുമ്പോഴത്തേന് ഹെവി ക്രീം ഒഴിച്ചു കൊടുക്കണം. ഹെവി ക്രീം എന്ന് പറഞ്ഞാൽ തണുത്താണ്, നല്ല തണുത്താണ്. അതൊരു 2-3 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴത്തേന് നല്ല ഫോം പോലെയാവും. അതിനകത്തേക്ക് നാരങ്ങ നീരില്ലേ, അതുകൂടെ ഒഴിച്ചു കൊടുത്ത് ബീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഹെവി ക്രീം ഒഴിച്ചു കൊടുത്ത് ഒരു 2-3 മിനിറ്റേ പിന്നെ ബീറ്റ് ചെയ്യാറുള്ളൂ. ഇത് ജെലറ്റിനാണ്. ഞാൻ നേരത്തെ നമ്മൾ പാത്രത്തിനകത്ത് ഒഴിച്ചു വെച്ചിരുന്നില്ലേ, അത് മൈക്രോവേവിനകത്തോട്ട് വെച്ച് 30 സെക്കൻഡ്സ് ചൂടാക്കിയതാണ്. പക്ഷേ എവറി 10 സെക്കൻഡ്സ് വെളിയിലെടുത്തിട്ട് ഇളക്കി കൊടുക്കണം, എങ്കിലേ ഈ വെള്ളം പോലെ നന്നായിട്ടിരിക്കത്തുള്ളൂ. മൈക്രോവേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ചൂട് വെള്ളത്തിനകത്തോട്ട് ഈ പാത്രം ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താലും മതി, ഇതുപോലെ തന്നെ വരും. എന്നിട്ട് ആ ജെലറ്റിൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന കേക്ക് പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്യണം.
എന്നിട്ട് ഇത് ഫ്രിഡ്ജിനകത്തെടുത്ത് വെക്കണം. 6 മണിക്കൂറോ അല്ലെ ഓവർനൈറ്റോ ആണ് വെക്കേണ്ടത്. നന്നായിട്ട് സെറ്റ് ആവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഓവർനൈറ്റ് വെച്ചിരുന്നതാണ്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നൈഫ് റൺ ചെയ്യണം. പെട്ടെന്ന് ഊരി വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇത് ചീസ് കേക്കൊക്കെ എന്ന് പറഞ്ഞാൽ കോൾഡായിട്ട് സെർവ് ചെയ്യുന്ന സാധനമാണ്. സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഫ്രിഡ്ജിനകത്തുനിന്ന് എടുക്കാവുള്ളൂ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇത് ഞാൻ ഇത് ഊരിയെടുക്കുവാണ്. നന്നായിട്ട് ഈസി ആയിട്ട് അത് ഊരി വരും. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എങ്ങനെയാണെന്ന് എങ്ങനെ വന്നു എന്ന് പറയുകയും ചെയ്യണം. ഇത് ഞാൻ ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. ഭംഗിയല്ല, നല്ല തിന്നാനും. ഞാൻ വിപ്ഡ് ക്രീം ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി നോക്കി ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.